സരിൻ എങ്ങനെയാണോ പാലക്കാട്ട് പോയപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞത്, അതിന് പകരമായി മറ്റൊരാൾ ബി.ജെ.പിയിൽ നിന്നാണെന്നേ ഉള്ളൂ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു. സന്ദീപ് വാര്യർ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കെ സുധാകരൻ്റെ ഊഴം കഴിഞ്ഞു. ഇനി വി.ഡി. സതീശൻ അദ്ദേഹത്തെ ഹാരമണിയിച്ച് ഔദ്യോഗികമായി കോൺഗ്രസിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വളരെ ആഹ്ലാദഭരിതരാണ് കോൺഗ്രസ്സുകാർ. സന്ദീപ് വാര്യർക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ പാലക്കാട് DCC ഓഫീസിൽ ഈ മനോഹരമായ ദൃശ്യം കാണാൻ ഇതിൽ പങ്കാളികളാകാൻ എത്തിയിട്ടുണ്ട്. കൈ പിടിച്ച് അദ്ദേഹം കടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ താമര വിരിയിക്കാൻ പാടുപെട്ട് നടന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലേക്ക്, നമുക്കറിയുന്ന പോലെ രാഷ്ട്രീയ രംഗത്ത് നിത്യശത്രുവോ നിതാന്ത സുഹൃത്തോ ഇല്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾ പറയാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി സന്ദീപ് വാര്യർ DCC ഓഫീസിലെത്തിക്കഴിഞ്ഞു. ഔദ്യോഗികമായി അദ്ദേഹം കൈ പിടിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്. നമുക്കൊപ്പം കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിൻ്റെ തത്സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പാലക്കാട്ട് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സന്ദീപ് വാര്യർ കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും സന്ദീപ് വാര്യരുടെ വരവ് ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയ സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാന നിമിഷം വരെയും CPM-ലെ ചില പാലക്കാട് ബേസ് ചെയ്തുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ കാത്തിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പല ആളുകളും അദ്ദേഹത്തിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടായിരുന്നു. മാന്യൻ, ദർശന സുഭഗതയുള്ളയാൾ എന്നൊക്കെയുള്ള വിശാലമായ അഭിനന്ദന കൂമ്പാരങ്ങൾ അദ്ദേഹത്തിന് എഴുതി വിട്ടെങ്കിലും CPM ക്യാമ്പിലേക്ക് അദ്ദേഹം കടന്നു കയറിയില്ല.